നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഡബ്ബർ ഗഡി എന്ന് പറഞ്ഞുകൊണ്ട ഒരു അക്കൗണ്ടുണ്ട്. കുറച്ച് നാളുകൊണ്ട് ഞാൻ നിരീക്ഷിക്കുകയാണ്. വളരെ തമാശയിൽ പൊതിഞ്ഞ കാര്യങ്ങൾക്ക് ഒക്കെ അവതരിപ്പിക്കുന്ന, വളരെ രസകരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഗഡിയാണ് ഈ ഡബ്ബർ ഗഡി. ഈ ഗഡിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇയാൾക്ക് മതങ്ങൾക്കെതിരെ ധാരാളം വീഡിയോ ഇയാൾ ചെയ്യാറുണ്ട്. മതങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ അദ്ദേഹം പ്രധാനമായും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. അത് ഹിന്ദു മതത്തിന് നേരെ നടത്തുവാനാണ് അദ്ദേഹം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഇസ്ലാം മതത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ, കാരണം അത് ബാലൻസ് ചെയ്യണമല്ലോ, ഞാൻ എല്ലാവരെയും പറയുന്നു എന്ന് കാണിക്കാനൊന്ന് ബാലൻസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ഇസ്ലാം മതത്തിൻ്റെ ആയിട്ട് ചെയ്യും. പിന്നെ നിരന്തരമായിട്ടുള്ള ഹിന്ദുവിന് നേരെയുള്ള ആക്രമണമാണ്. ഇന്ന് ഞാൻ ശിവലിംഗത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ശിവലിംഗത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഈ ആരാധന നടത്തുന്ന സമയത്ത് ഈ ശിവലിംഗത്തെ ആരാധിക്കുന്ന ഒരു പ്രീസ്റ്റ് ആണ് ആ കുട്ടി, ഒരു പുരോഹിതനാണ് ആ കുട്ടിക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ദക്ഷിണ സമർപ്പിക്കുന്നുണ്ട്. ആ ദക്ഷിണ സമർപ്പിക്കുമ്പോഴത്തേക്കും ഇയാൾ അതിനകത്ത് രാഷ്ട്രീയവും കൂടി കുത്തിക്കയറ്റുവാൻ വേണ്ടിയിട്ടാണ്, മാറാത്തതൊക്കെ ഇനി മാറിയില്ലേ, വല്ലാത്ത അതി കുറുമ്പൻ പഠിക്കുന്നതിന് പകരം ഇങ്ങനെ നടന്ന് ആരാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമാകും എന്നാണ് വിശ്വാസം എന്ന തരത്തിലാണ് ആ വീഡിയോ. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സ്വാമിമാരെക്കുറിച്ച് കോണകസ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ നിരന്തരം വീഡിയോ ചെയ്യാറ്. അതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ ചെയ്യേണ്ടായി. ഇവിടെ ആമമുട്ട മാത്രമാണ് തന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ വീഡിയോകൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ നിരന്തരം BJPക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ. ഇതൊരു പ്രാഥമിക ഘട്ടമാണ്. പ്രാഥമിക ഘട്ടത്തിൽ കാണിക്കുന്നത് നിങ്ങളിങ്ങനെയാണ്, നിങ്ങളുടെ മതം ഇങ്ങനെയാണ്, നിങ്ങളുടെ മതത്തിൽപ്പെടുന്ന ആൾക്കാർ ഈ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്, അല്ലാതെ മറ്റു മതങ്ങൾ പോലെയല്ല. അവിടെ കുറച്ച് പ്രശ്നമുണ്ട്, ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ നടക്കുന്നതിന് പകരം നിങ്ങൾ നേരെ എങ്ങോട്ട് മാറണം? ഇസ്ലാം മതത്തിലേക്ക് മാറണം. അതിനു വേണ്ടി പറയുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാരംഭ ഘട്ടമായിട്ടാണ്. പക്ഷേ നിരവധിയായിട്ടുള്ള ഹിന്ദു ഫോളോവേഴ്സിനെയും ഇയാൾ കൈയടക്കി വച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഹിന്ദുക്കൾ കൂടിയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ഡബ്ബർ ഗഡിയുടെ ഒരു പ്രത്യേകത. ഡബ്ബർ ഗഡി വീണ്ടും കുറേയധികം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ്ലാം മതത്തിൻ്റെ ഒരു വിശ്വാസപ്രകാരം പർദ്ദയൊക്കെ ധരിച്ചുകൊണ്ടാണ് പൊതു ഇടങ്ങളിലൊക്കെ പ്രത്യക്ഷമാകുന്നു. അതിനൊന്നും കുഴപ്പമില്ല, അത്തരം വിശ്വാസങ്ങൾക്കൊന്നും കളിയാക്കലില്ല. ഈ വിശ്വാസങ്ങൾക്കൊക്കെയാണ് പ്രധാനമായും പ്രശ്നം. അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇയാൾ നിരന്തരമായി വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. തമാശയാണ് എന്നാണ് പറയപ്പെടുന്നത്. മുമ്പ് ചില ഡോക്ടേഴ്സ്, അവർ വലിയ മെഡിക്കൽ സയൻസിനെ കുറിച്ച് കൂടുതലായി പറയുമ്പോൾ അതിൽ ഈ വെജിറ്റേറിയൻ സദ്യയെക്കുറിച്ച്, അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വെജിറ്റേറിയൻ സദ്യ. അങ്ങനെ ആ വെജിറ്റേറിയൻസിൽ തുടങ്ങി പിന്നെ അവസാനിക്കുന്നത് ഹിന്ദു ധർമ്മത്തിന് നേരെയായിരിക്കും. ഇങ്ങനെയുള്ള ധാരാളം സോഷ്യൽ മീഡിയ ജീവികളുണ്ട്. ഇവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആൾക്കാരെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. അവർക്ക് ഇന്നതായിരിക്കും ബ്യൂട്ടി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്നൊന്നും ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാകില്ലല്ലോ. അതാണ് ഇതിൻ്റെ പിന്നിലെ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു സംശയമാണ് എനിക്കുണ്ടായത്. തെറ്റാണെങ്കിൽ നമുക്ക് എതിർക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ രീതിയിലാണ് ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഇകഴ്ത്തപ്പെടേണ്ട ഒന്നാണോ വിശ്വാസം? ഓരോരുത്തർക്ക് അവരുടേതായ വിശ്വാസവും ധാർമ്മികമായ മൂല്യവും അവരതിനനുസരിച്ച് ഫോളോ ചെയ്യും. ആരെയും കൊല്ലുവാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് പൊട്ടിത്തെറിക്കുവാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാനോ അതൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത്തരം ഭീകരപ്രവർത്തനങ്ങളോ ഭീകരവാദമൊന്നോ ഒന്നും നടത്തിയില്ലല്ലോ. പിന്നെ എന്തിനാണ് അവരുടെ വിശ്വാസങ്ങളെ ഈ രീതിയിൽ ഇകഴ്ത്തി കാണിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടും തങ്ങളുടെ ഇടയിലേക്കുള്ള ആളെ കൂട്ടുക എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കാം? മാന്യമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല പലരും ഈ തരത്തിൽ ആളെ കൂട്ടുന്നത്. മറ്റിതര സമൂഹങ്ങൾക്കകത്ത് നിന്ന് നിമിഷ ഫാത്തിമയെ പോലുള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. ചില ആൾക്കാർ ഇപ്പോൾ സിറിയയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ലേ, അത്തരത്തിലുള്ള ആൾക്കാരെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു ന്യായമായ സംശയം എനിക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തോന്നി. കാരണം അതിൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ ഹിന്ദു ദേവതാ സങ്കല്പങ്ങൾക്കോ ഹിന്ദു സന്യാസിമാർക്കോ കോണകസ്വാമി എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞ് അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസ ധാരകൾ ഈ രാഷ്ട്രത്തിലുണ്ട്.
അത്തരത്തിൽ ഒരുപാട് വിശ്വാസധാരകൾ കൂടി ചേർന്നതാണ് ഈ രാജ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്വേതംബരന്മാരുണ്ട്, ദിഗംബരന്മാരുണ്ട്, നാഗസന്യാസിമാരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസധാരകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ ചെന്ന് ആ രീതിയിൽ ഇകഴ്ത്തി കാണിക്കുകയോ കളിയാക്കുകയോ കല്ലെറിയുകയോ ഒക്കെ ചെയ്യുമോ നാളെ? എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു യാഥാർത്ഥ്യം? ഇത് നമ്മൾ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒരു നിസ്സാരവത്കരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എമൗണ്ട് കൂടി വരുന്നത്. ഈ ഈരാറ്റുപേട്ടയിൽ അതിനോട് ഒപ്പം മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അറിയാമല്ലോ. സുനിമോൻ എന്ന ഒരു വ്യക്തി അതുവഴി കാർ ഓടിച്ച് ഈ ഈരാറ്റുപേട്ട വഴി കോട്ടയത്ത് നിന്ന് വാഗമണ്ണിൽ നിന്ന് കോട്ടയത്തിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹവും ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രായപൂർത്തിയാകാത്ത 2 ചെറുപ്പക്കാർ അതുവഴി ഹെൽമറ്റ് ഒന്നും ധരിക്കാതെ കട്ട് റോഡിൽ നിന്ന് നേരെ മെയിൻ റോഡിലേക്ക് ഒരു ബ്രേക്ക് ഒന്നും പിടിക്കാതെ ഒരു ട്രാഫിക് മര്യാദയും ഇല്ലാതെ കയറി വരുന്നു. സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തുന്നു. പിന്നിൽ വരുന്ന കാറിന് ചവിട്ടി നിർത്തേണ്ടി വരുന്നു. അതിൻ്റെ പിന്നിൽ വരുന്ന ഈ കാറുകാരൻ്റെ പിന്നിലിടിക്കുന്നു. അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു. ഈ കുട്ടികളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുമ്പോൾ അവിടെ നിന്ന് നേരെ ഇയാളുടെ ഉമ്മത്തുകാർ ഉടൻ തന്നെ എത്തുന്നു. ഉമ്മത്തുകാർ ഇവരെ പിടിച്ചു മാറ്റുന്നു. പല കാര്യങ്ങളും ഈരാറ്റുപേട്ടയിൽ സംഭവിക്കുന്നു. ഈരാറ്റുപേട്ടയിൽ ഒരു നിത്യസംഭവമാണ് ഇതെന്നാണ് പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ നടന്ന ആ സംഭവത്തിനെ കുറിച്ച് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. നടന്ന സംഭവത്തെക്കുറിച്ചും അവിടുത്തെ അനുഭവത്തെക്കുറിച്ചും പങ്കുവച്ച അനുഭവങ്ങൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. മണവാളൻ മീഡിയ എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സുനിമോൻ എന്ന വ്യക്തി ഈ ഈരാറ്റുപേട്ട വഴി വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. ഫേസ്ബുക്കിൽ വലിയ വൈറലായി. ഈരാറ്റുപേട്ടക്കാർ ഇപ്പോൾ കേസ് കൊടുക്കുവാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ധാരാളം വീഡിയോകൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഭയങ്കരമായ രീതിയിൽ വൈറലായി. സുനിമോൻ്റെ കയ്യിൽ തെളിവുകളുമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. കാരണം കാറിൽ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. ഇവരിനി എന്തൊക്കെ പറഞ്ഞാലും ആ തെളിവുകളെ ഒന്ന് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ചിലർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി മദ്യപിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇയാൾക്ക് മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് ഭാര്യയ്ക്ക് കൈമാറി ഡ്രൈവിങ്, ഭാര്യയ്ക്ക് നേരെ ചൊവ്വേ ഡ്രൈവിംഗ് അറിയില്ല എന്നൊക്കെയാണ് ഇയാൾക്ക് നേരെ നടത്തിയ ഒരു ആക്ഷേപം അന്നുണ്ടായിരുന്നു. ആ ആക്ഷേപമൊക്കെ ഈ മണവാളൻ മീഡിയ അവരുടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. തെളിവ് സഹിതമുള്ള വീഡിയോയിൽ കാണാം ആ പിള്ളേർ ഹെൽമറ്റ് പോലും വയ്ക്കാതെ പോക്കറ്റ് റോഡിൽ നിന്ന് ഇരുവശവും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മെയിൻ റോഡിലേക്ക് കയറി വരുന്നത്. ഇത് മൂലമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കാർ സ്ലോ ആക്കേണ്ട അവസ്ഥ വന്നതും ബാക്കിലെ വണ്ടി വന്ന് അവരുടെ കാറിൽ ഇടിച്ചതും. ഈ കാണിച്ചതിനെയാണ് ചോദ്യം ചെയ്യാൻ സമ്മതിക്കാതെ ഇയാളെ അവിടുത്തെയുള്ള പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും അവരുടെ മതത്തിൽപ്പെട്ട കുട്ടികൾ ആയോണ്ട് സേഫാക്കി വിടുകയും ചെയ്തത്. ഈരാറ്റുപേട്ടയിൽ ഇത് ആദ്യമല്ലെന്നും പറഞ്ഞ് നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ടയ്ക്ക് ഇത് അർഹിച്ച വിമർശനം തന്നെയാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായം. ഇതുപോലുള്ള തെമ്മാടിത്തരം ഇനി നടക്കരുത്. അത് ഇപ്പോൾ എവിടെയായാലും അത് ഇതിനൊരു തുടക്കമാകട്ടെ. തെറ്റിനെ തെറ്റായി കാണുക, അല്ലാതെ മതം നോക്കി അല്ല പ്രതികരിക്കേണ്ടത്. തെറ്റു പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ ഇനിയെങ്കിലും മാറ്റുക. ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക, മതത്തിൻ്റെ ഭാഗത്തല്ല. ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അവർ ട്രാഫിക് നിയന്ത്രണം നടത്തുവാൻ, ഈരാറ്റുപേട്ടയിൽ പ്രത്യേക ട്രാഫിക് നിയന്ത്രണമൊക്കെ നടത്തുവാൻ പോകുന്നു. കാരണം ട്രാഫിക് നിയന്ത്രണം ഇല്ല എങ്കിൽ ഈ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രണത്തിന് ഉത്തരവുകളൊന്നും വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. ഇനി ഈരാറ്റുപേട്ടയിലെ ചില പ്രത്യേകതകൾ കൂടി പറയാം. 56 പേർ മരിച്ച അഹമ്മദാബാദ് സ്ഫോടന കേസിലെ വധശിക്ഷ ലഭിച്ച 3 മലയാളികളിൽ 2 പേർ ഈരാറ്റുപേട്ടക്കാർ. വാഗമൺ സിമി ക്യാമ്പിൻ്റെ സംഘാടനത്തിൻ്റെ പേരിൽ അറസ്റ്റിലായ തീവ്രവാദികൾ ഈരാറ്റുപേട്ടക്കാർ. ഈയിടെ തീവ്രവാദ ബന്ധത്തിൻ്റെ പേരിൽ NIA അറസ്റ്റ് ചെയ്ത PFIക്കാർ കൂടുതലും ഈരാറ്റുപേട്ടക്കാർ. അരിയിലും മലരിലും മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാക്കൾ, വണ്ടിക്കച്ചവടത്തിൽ സ്ഥിരം പറ്റിക്കുന്നവർ, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, ലൈസൻസ് എന്നിവ വേണ്ടാത്ത കേരളത്തിലെ ടൗൺ പരിശോധിക്കാൻ അധികാരികൾ ധൈര്യപ്പെടുന്നില്ല. ഏറ്റവും മോശം ഡ്രൈവിംഗ്, ട്രാഫിക് സംസ്കാരം. ഇങ്ങോട്ട് വന്നിടിച്ചാലും നാട്ടുകാർ കുത്തിപ്പിടിച്ച് പൈസ വാങ്ങും. സമുദായത്തിൽ ആരെയെങ്കിലും പേരിൽ പോലീസ് പിടിക്കാൻ വന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർ സംഘടിച്ച് തടയും. അരുവിത്തുറ എന്ന ബോർഡ് കാണുന്നിടത്തൊക്കെ കരിയോയിൽ ഒഴിക്കുക.
അപ്പോൾ മുസ്ലിങ്ങളില്ലാത്ത പാലയിൽ ഹോട്ടൽ ലൈസൻസിൽ ബിൽഡിംഗ് എടുത്ത് മോസ്ക് നടത്താൻ നോക്കിയവരും ഇവർ തന്നെ. അപ്പോൾ ഈ തരത്തിൽ നിരവധിയായിട്ടുള്ള കംപ്ലൈൻറ്റുകളാണ് ഈ ഈരാറ്റുപേട്ടയെക്കുറിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈരാറ്റുപേട്ടക്കാർ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാന്യന്മാരായിട്ടുള്ള വ്യക്തികളാണെന്ന് സമ്മതിക്കുന്നു. കാരണം ഇത് നിയന്ത്രിക്കേണ്ടത് മറ്റു പല ആൾക്കാരുടെയും ഒരു കടമയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവർ നിർദോഷികളാണ്. അതേ കണക്കിന് തന്നെയാണ് നമ്മുടെ ഈ ഡബ്ബർ ഗഡിയുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ. വല്ലാത്ത ജാതിയല്ലേ, വല്ലാത്ത ജാതി, കുറുമ്പൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭീകരവാദം ലൈറ്ററായി മാറില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.